രാഹുൽ ഈശ്വർ, ദേവസ്വം ബോർഡ് ഇപ്പോൾ ഇതാ മലക്കം മറിഞ്ഞിരിക്കുന്നു. ഭക്തജനങ്ങളെ സഹായിക്കുന്ന തരത്തിൽ മാത്രമേ പെരുമാറാനാവൂ എന്ന നിലപാടിലാണ് ഇപ്പോൾ. നിന്ന നിൽപ്പിൽ കാലുമാറുക എന്ന് പറയുന്നത് പോലെ. എന്താണ് താങ്കളുടെ പ്രതികരണം? ശബരിമലയെ അനുകൂലിച്ച് അയ്യപ്പനെ അനുകൂലിച്ച് അഫിഡവിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് വാർത്ത. അങ്ങനെയാണെങ്കിൽ അത് സ്വാഗതാർഹമാണ്. മുമ്പ് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരാളെയും തള്ളിക്കളയാൻ കഴിയില്ല. ഒരുപാട് പേർക്ക് തെറ്റായ നിലപാടുണ്ടായിരുന്നു. അവരെല്ലാം ഞങ്ങളുടെയൊക്കെ അഭ്യർത്ഥനയിലും ഞങ്ങളുടെയൊക്കെ പ്രക്ഷോഭവും കണ്ട് അവരുടെ നിലപാടുകളിലെ തെറ്റ് മാറ്റി ശരിയിലേക്ക് എത്തിയവരാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അങ്ങനെ വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഈ നടപടി സ്വാഗതം ചെയ്യുന്നു, അവരോട് നന്ദി പറയുന്നു. അതോടൊപ്പം ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റും ഇതേ നിലപാട് തന്നെ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഓർക്കേണ്ട ഒരു കാര്യം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ കാശെടുത്താണ് വാദിക്കുന്നത്. അപ്പോ അയ്യപ്പന്റെ താല്പര്യത്തിന് വേണ്ടി വാദിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. കഴിഞ്ഞ തവണ അത് ചെയ്തില്ല. ഇത്തവണയെങ്കിലും അവർ ചെയ്യും എന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഇനി അവർ ചെയ്തില്ലെങ്കിൽ പോലും ബാക്കി 50-ലധികം പെറ്റീഷൻ ഉണ്ട്. നമ്മൾ വാദിച്ച് ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ശബരിമല അയ്യപ്പൻ അടിസ്ഥാനമായിരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ശബരിമലയും 1248 അമ്പലങ്ങളും നിലനിർത്തുന്ന അയ്യപ്പനെതിരെ അയ്യപ്പന്റെ കാശെടുത്ത് വാദിക്കുക എന്ന മഹാപാപമാണ് കഴിഞ്ഞ തവണ ചെയ്തത്. ഇത്തവണ നിലപാട് മാറ്റിയെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യണം. നമ്മൾ എന്തിനാ സർക്കാരിനോട് കാണുന്നത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയ്ക്ക് അനുകൂലമായി വാദിക്കുന്നു എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമായിരുന്നു. അവരത് കഴിഞ്ഞ തവണ ചെയ്തില്ല. അവിടെയാണ് NSSും ഞങ്ങൾ ചെയ്യാതിരുന്നത്. ഇത്തവണ ചെയ്യുമ്പോൾ അതിന് പിന്നിൽ രാഷ്ട്രീയപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഘട്ടത്തിൽ, തൊട്ടതെല്ലാം കൈപൊള്ളി നിൽക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നതിലൂടെ രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ടാണ് ഇതെന്ന് പറയാൻ കഴിയില്ലേ? അതേപറ്റിയാണ് ചോദിച്ചത്. അവിടെയാണ് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവർ ചെയ്യേണ്ട കാര്യമായിരുന്നു. ഇപ്പോൾ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. അതിന്റെ പിന്നിൽ രാഷ്ട്രീയമായിരിക്കാം. പക്ഷെ എന്റെ അഭ്യർത്ഥന അത് രാഷ്ട്രീയമല്ല. സത്യം മനസ്സിലാക്കി ശബരിമലയുടെ ഭാഗത്താണ് ന്യായമെന്ന് മനസ്സിലാക്കി നമ്മുടെ ഭാഗത്താണ് നീതി എന്ന് മനസ്സിലാക്കി വേണം ചെയ്യാൻ. അതായത് ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. ഇതാണ് അതിന്റെ കാരണം. വേറെ കാരണങ്ങളൊന്നുമില്ല. ലക്ഷക്കണക്കിന് സ്ത്രീകൾ ശബരിമലയിൽ വരുന്നുണ്ട്. പക്ഷെ യുവതികൾക്ക് ഒരു പ്രായ നിയന്ത്രണമുണ്ട്. ഇത്രയേ ഉള്ളൂ വിഷയം. അപ്പൊ ഈ സത്യം മനസ്സിലാക്കി ചെയ്യുന്നതാണ് നല്ലത്. ഒരുപക്ഷെ അവർ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടോ ഇലക്ഷൻ കാരണമോ NSSനോടുള്ള സമീപനം കാരണമോ വിശ്വാസ പ്രക്ഷോഭങ്ങൾ ഭയന്നോ ഒക്കെ ആയിരിക്കാം ചെയ്യുന്നത്. എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ശരിയായ നിലപാടിലേക്ക് തെറ്റിയുന്ന ഒരാൾ വരുമ്പോൾ നമ്മൾ മുമ്പ് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ആരെയും അകറ്റി നിർത്തരുത്. തെറ്റ് മാറ്റി ഒരു സെക്കൻഡ് ചാൻസ് എല്ലാവരും അർഹിക്കുന്നു. അങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുക്കുന്നത് നല്ലതാണ്. ഒറ്റ വരിയും കൂടെ ഈ അവസരത്തിൽ ഓർക്കേണ്ടത്, ദേവസ്വം ബോർഡിന്റെ അഫിഡവിറ്റ് ശബരിമലയ്ക്ക് അനുകൂലമായിരുന്നില്ല. പ്ലസ് കൂടുതൽ എതിരാക്കാൻ വാസു സാറിനെ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ സാർ അറിയാതെ ശബരിമലയിലോട്ട് വിട്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ഇരട്ടത്താപ്പ് പരിപാടികൾ ചെയ്യരുത്. വഞ്ചനാപരമായ സമീപനം ചെയ്യരുത്. ഈ ഒരു പ്രവേശത്തെ എതിർത്ത് ശക്തമായ നിലപാടെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശരി, രാഹുൽ ഈശ്വറാണ് അഭിപ്രായം പങ്കുവച്ചത്. പശ്ചാത്തപിക്കുന്ന പാപിയെ പരിഹസിക്കരുത് എന്ന് പറയുന്നത് പോലെയാണ്. ഈ സാഹചര്യത്തിൽ തെറ്റുതിരുത്താൻ തയ്യാറാണ് എങ്കിൽ പരിഹസിക്കേണ്ടതില്ല എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്.